ഹരേ കൃഷ്ണ. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി നമുക്ക് ശ്രീരാമചന്ദ്ര പ്രഭുവായി ബ്രഹ്മചൈതന്യം മാറിയപ്പോൾ ഭൂമിയിലും മനുഷ്യ മനസ്സുകളിലും സർവ്വജീവജാലങ്ങളിലും ഉണ്ടായ ശാശ്വതമായ സമാധാനവും സന്തോഷവും അതിൽ നമുക്കും ആറാടാം. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം കൃത്വാ രാവണ കുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം. ഭൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമോ നമഃ. എല്ലാ പ്രിയപ്പെട്ട ഭക്തരുടെ ഈ കൂട്ടായ്മ നമ്മുടെ ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെയും സീതാദേവിയുടെയും ലക്ഷ്മണകുമാരൻ്റെയും എല്ലാറ്റിനുമുപരി ഭഗവാന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊണ്ട നെഞ്ചോട് ചേർത്ത് പിടിച്ച ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. ലങ്കാ മർദ്ദനത്തിന് ശേഷം, അതായത് ലങ്കാപുരി ശ്രീരാമചന്ദ്രപ്രഭു ലങ്കേശ്വരനായ രാവണനെ വധിച്ച ശേഷം തിരികെ അയോധ്യയിലേക്ക് എത്തി പട്ടാഭിഷേകം ഒക്കെ കഴിഞ്ഞതിന് ശേഷം സീതാദേവി രാമതത്വം ശ്രീ ഹനുമാൻ ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ ലക്ഷ്മി ദേവിയായ സീതാദേവിയാൽ ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമതത്വം ഉപദേശിച്ചു കൊടുത്ത് ആ ആത്മതത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ദേവിയിലൂടെ അറിയുകയാണ് ഹനുമാൻ സ്വാമി. നമ്മൾ ഓരോരുത്തരും ഓരോ ഗുരുവിൽ നിന്നാണ് അറിയുന്നത് ഭഗവാന്റെ തത്വം. എന്നാൽ സാക്ഷാൽ ദേവി തന്നെ, ഭഗവാന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ സന്തോഷമായ ആ മായാമയിയായ ദേവി തന്നെ രാമതത്വം, ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ തത്വം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഏറ്റവും പ്രിയ ഭക്തനായ ഹനുമാൻ സ്വാമിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ ഉപദേശം, ആ രാമതത്വം നമുക്കും സ്വീകരിക്കാം. നമ്മൾ ഓരോരുത്തരും രാമതത്വം അറിഞ്ഞു വേണം രാമായണത്തെ സമീപിക്കുവാൻ. ഇന്നു മുതൽ നമുക്ക് രാമായണം പാരായണം ചെയ്യുമ്പോൾ രാമായണ പാരായണം ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യുക, അല്ലാതുള്ളവർ രാമായണ കഥകൾ കേൾക്കുക, സത്സംഗങ്ങളിൽ ഏർപ്പെടുക. രാമായണം മാത്രമല്ല, ഭാഗവതവും ഭഗവത്ഗീതയും മറ്റ് ഗ്രന്ഥങ്ങളും എല്ലാം വായിക്കുവാൻ ഉത്തമമായ സമയമാണ് ഈ വരുന്ന ചാതുർമാസ്യങ്ങളെല്ലാം. അപ്പോൾ ഏറ്റവും പാപം ചെയ്ത, ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി പാപം ചെയ്തവർക്ക് പോലും രാമായണം, അതായത് രാമൻ രാമ എന്ന ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ സർവ്വപാപങ്ങളും എരിഞ്ഞടങ്ങും. നിരന്തരമായ രാമനാമത്തിലൂടെ 1 കോടി രാമനാമം ജപിച്ചാൽ നമുക്ക് രാമന്റെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും, ഭഗവത് ദർശനത്തിലേക്ക് എത്തുവാൻ കഴിയും. പരമമായ ആ ഒരു സായുജ്യ പദത്തിലേക്ക്, കൈവല്യ പദത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതാണ് 1 കോടി തവണ രാമനാമം ജപിച്ചാൽ. അങ്ങനെ എത്രയോ കോടി തവണ രാമനാമം ജപിച്ചയാളാണ് രത്നാകരൻ എന്ന കാട്ടാളനായ വാത്മീകി മഹർഷി. അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ്, എങ്കിലും ചുരുക്കി പറയാം. എല്ലാവരിൽ നിന്നും പിടിച്ചുപറിച്ചും എല്ലാവരെയും ദ്രോഹിച്ചും കൊന്നുകളഞ്ഞും ജീവിക്കുന്ന, സ്വന്തം കുടുംബത്തിന് വേണ്ടി സർവ്വ ദോഷകർമ്മങ്ങളും ചെയ്യുന്ന അജ്ഞാനം നിറഞ്ഞ ആ കാട്ടാളത്തൻ നിറഞ്ഞ മനുഷ്യൻ
ബ്രഹ്മദേവനും നാരദ മഹർഷിയും മഹർഷീശ്വരന്മാരുടെ വേഷം മാറി ശ്രീ ശിവഭഗവാന്റെ നിർദ്ദേശമനുസരിച്ചാണ് രാമനാമം ഉപദേശിച്ചു കൊടുക്കാൻ പറ്റിയ ആളെ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാമെന്ന് പറയുമ്പോൾ നാരദ മഹർഷിയും ബ്രഹ്മദേവനും ഒരു മഹർഷീശ്വരന്മാരുടെ രൂപത്തിൽ വനത്തിലൂടെ സഞ്ചരിക്കവേ അവരുടെ ഭാണ്ഡം തട്ടിപ്പറിക്കുവാൻ രത്നാകരൻ എന്ന ഈ കാട്ടാളൻ കടന്നു വരുന്നു. ഇവരെ പിടിച്ചു നിർത്തി അവരെ ശിരച്ഛേദം ചെയ്യുകയും തട്ടിപ്പറിക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നീ എത്ര പാപമാണ് മഹർഷിമാരായ ഞങ്ങളോട് ഈ കാട്ടുന്നത്? ബ്രഹ്മഹത്യ പാപത്തിനേക്കാളും ഉപരിയാണ് ബ്രാഹ്മണന്മാരെ വധശിക്ഷ ചെയ്യുകയും അവരുടെ മനസ്സ് വേദനിപ്പിക്കുകയും അവരെ ശാരീരികമായി ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ അട്ടഹസിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് പാപം? എന്ത് പാപം? എനിക്കൊരു പാപവുമില്ല. കാരണം ഞാൻ എത്രയോ കാലം നിങ്ങളെക്കാൾ വലിയ മഹർഷിമാരെ വരെയും കൊന്ന് അവരുടെയൊക്കെ കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിച്ചു. എന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, പാപമൊന്നും എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ, മഹർഷീശ്വരനായ ബ്രഹ്മദേവൻ സാക്ഷാൽ 14 ലോകങ്ങളും സഞ്ചരിച്ച് സർവ്വലോകങ്ങളിലും അന്തര്യാമിയായി സഞ്ചരിക്കാൻ കഴിയുന്ന ആ നാരദ മഹർഷിയും ആ രത്നാകരന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി മന്ദസ്മിതം ചെയ്തു. ആ അതീന്ദ്രിയമായ ആ മന്ദസ്മിതത്തിലൂടെ തന്നെ അയാൾക്കൊരു മാനസിക പരിവർത്തനത്തിന്റെ തുടക്കം അവിടെ നടക്കുകയായിരുന്നു. അയാൾ പെട്ടെന്ന് ഒരു മഹർഷിയായില്ല. അയാളുടെ മനസ്സിന് ഒരു സൂചി മുനയോളം മാറ്റം വന്നു. അപ്പോൾ ഈ രത്നാകരനോട് മഹർഷീശ്വരന്മാരായ നാരദ മഹർഷിയും ബ്രഹ്മദേവനും ചോദിച്ചു, നീ ഈ ചെയ്യുന്ന പാപകർമ്മങ്ങളൊക്കെ അതിന്റെ ഫലം നീ അനുഭവിച്ച് എത്ര ജന്മമെടുത്താലും തീരില്ലല്ലോ, മഹാപാപമല്ലേ ചെയ്യുന്നത്, അതൊക്കെ ആരനുഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ഭാര്യ, മക്കൾ ഇവരെല്ലാം അനുഭവിക്കും. ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ആണോ എങ്കിൽ നീ അവരോട് പോയി ചോദിക്കൂ, നിന്റെ പാപകർമ്മങ്ങളുടെ ഫലമെല്ലാം അവർ അനുഭവിക്കുമോ എന്ന് ചോദിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് തന്ത്രപൂർവ്വം ഓടി രക്ഷപ്പെടാനുള്ള മാർഗമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞങ്ങൾ സത്യധർമാദികൾ നിലനിർത്തുന്ന അതൊന്നും വെടിയാത്ത മഹർഷീശ്വരന്മാരാണ്, നീ പോയി വരുവോളം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ, ആ ഒരു മാനസിക പരിവർത്തനത്തിന്റെ തുടക്കത്തിന്റെ ഒരു പൊട്ടോളം തുടക്കം സൃഷ്ടിച്ച ആ മനസ്സുമായി അയാളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, അങ്ങേ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ പാപങ്ങളെല്ലാം ചെയ്തത്, ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് അച്ഛനെ ഞാൻ സംരക്ഷിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ പാപത്തിൻ്റെ കർമ്മം, ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അങ്ങ് അനുഭവിക്കുമോ, അങ്ങും കൂടി പങ്കിടുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നെ ചെറുതിലേ മുതൽ വളർത്തി എൻ്റെ കർമ്മമെല്ലാം പൂർത്തിയാക്കി അന്ന് വേണ്ടുന്ന കർമ്മങ്ങളെല്ലാം ഞാൻ നിനക്ക് തന്നു. അന്ന് ഞാനായിരുന്നു നിന്റെ അച്ഛൻ. ഇപ്പോൾ നീ എൻ്റെ അച്ഛനാണ് വാർദ്ധക്യത്തിൽ. ഇപ്പോൾ എന്നെ പരിരക്ഷിക്കേണ്ട ജോലിയും കടമയും നിന്റേതാണ്. അപ്പോൾ നീ അതിനുവേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നീ തന്നെയാണ് അനുഭവിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഭൗതികമായ സുഖങ്ങൾ കൊണ്ട് ഞങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടിയല്ലേ നീ ചെയ്യുന്നത്. പക്ഷെ കർമ്മഫലം നീ തന്നെ അനുഭവിക്കണം. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ ഞാൻ ഈ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ എന്തിനാ അനുഭവിക്കേണ്ടത്? ഇനിയും എൻ്റെ കടം നീ വീട്ടിയിട്ടില്ല. എൻ്റെ ഗർഭപാത്രത്തിൽ നീ കിടക്കുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 1 മണിക്കൂർ ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത കർമ്മങ്ങളുടെ ഫലം നീ ഈ ജന്മം മുഴുവൻ എന്നെ സേവിച്ചാൽ ആകുകയില്ല. അപ്പോൾ പിന്നെയും എനിക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ടവനാണ് നീ. അപ്പോൾ ഞാൻ എന്തിനാ അത് അനുഭവിക്കുന്നത്? അത് നീ തന്നെയാണത് ചെയ്യേണ്ടത്. നിന്റെ കടമയാണ്. നീ അതിൻ്റെ കർമ്മഫലവും നീ തന്നെ അനുഭവിക്കണം. അപ്പോൾ ഭാര്യയോട് ചോദിച്ചു, ഭാര്യ, പ്രിയപ്പെട്ടവളെ, നീയോ നിനക്ക് വേണ്ടിയുമല്ലേ ഈ ചെയ്യുന്നതൊക്കെ? അപ്പോൾ ഭാര്യ പറഞ്ഞു, അതേ ഭർത്താവേ, നമ്മളുടെ സുഖ സൗകര്യങ്ങളും സന്തോഷവും എല്ലാം നമ്മൾ തന്നെ പരസ്പരം പങ്കുവയ്ക്കുന്നു. എന്നാൽ അവിടുത്തെ ഉത്തരവാദിത്തമാണ് എന്നെ അങ്ങ് വിവാഹം കഴിച്ചതിന് ശേഷം സംരക്ഷിക്കേണ്ടത് എന്ന് പുരുഷന്റെ കടമയാണ്. അപ്പോൾ അങ്ങയുടെ കടമയാണ് എന്നോട് ചെയ്യുന്നത്. അതിന്
ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനെ വിവാഹം കഴിച്ചതുകൊണ്ട് എന്നെ സംരക്ഷിക്കേണ്ട കടമ അവിടത്തേക്കാണ്. അവിടുന്ന് അത് ഏതെല്ലാം ധർമ്മങ്ങളിലൂടെ കർമ്മങ്ങളിലൂടെ എന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളതല്ല. എനിക്ക് സംരക്ഷണം കിട്ടുന്നതിൽ മാത്രമേ ഞാൻ അതിൻ്റെ പങ്ക് പറ്റുന്നുള്ളൂ. കർമ്മഫലം അങ്ങ് തന്നെ അനുഭവിക്കണം. മക്കളോട് ചോദിച്ചപ്പോഴും ഇത് തന്നെയായിരിക്കും ഉത്തരം. കാരണം മക്കൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ഈ അച്ഛനമ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. അച്ഛനമ്മമാരിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മക്കളെ സംരക്ഷിക്കേണ്ടത് ആരാണ്? അച്ഛൻ്റെ കടമയാണ്. അപ്പോൾ അച്ഛൻ അത് ഏത് വിധത്തിൽ സംരക്ഷണത്തിനുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നുവെന്നും മക്കൾക്ക് വിഷയമല്ല. ഈ മറുപടികൾ കേട്ട രത്നാകരൻ എന്ന ആ കാട്ടാളൻ തിരിച്ച് തലയിൽ കൈയും വെച്ച് ഈ പാപബോധം മനസ്സിൽ പേറിക്കൊണ്ട് ഈ മഹർഷീശ്വരന്മാരുടെ മുന്നിലേക്ക് ഓടിയെത്തി. അവർ വളരെ ശാന്തനായി ചോദിച്ചു, എന്താണ് നിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞ മറുപടി എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരാരും ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാപം ഇനിയും നീ എങ്ങനെയാണ് കഴുകിക്കളയാൻ പോകുന്നത് കുഞ്ഞേ എന്ന് അവരുടെ ചോദ്യം കേട്ടപ്പോൾ പാപബോധം, അതായത് ശരിയും തെറ്റും എന്നുള്ളൊരു ബോധം ആ കാട്ടാള ജന്മത്തിന്റെ ഉള്ളിലുണ്ടായി. ആ പാപം, എൻ്റെ പാപങ്ങൾ, ഞാൻ എന്തുമാത്രം ദുരിതങ്ങൾ, എത്രയോ പാപങ്ങളാണ്, എത്രയോ മനുഷ്യരെയാണ്, സ്വാധികളായിട്ടുള്ള എന്ത് ജനങ്ങളെയാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പാപത്തിൻ്റെ പോലും പങ്ക് അനുഭവിക്കാൻ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ, അവരതിന് തയ്യാറല്ലല്ലോ എന്നുള്ള ആ തിരിച്ചറിവ്. ഞാനിപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്, ആരെ പുലർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തത് എന്നുള്ള തിരിച്ചറിവിൻ്റെ ആദ്യ സ്ഫുലിംഗങ്ങൾ ആ അന്ധകാരത്തിലേക്ക് വന്ന് വീഴുകയാണ്. അവിടെയാണ് ഈ പാപകർമ്മങ്ങൾ തീരുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവരുടെ പാദങ്ങളിൽ വീണ് കരയുമ്പോൾ ആ മഹർഷീശ്വരന്മാർ പറഞ്ഞു കൊടുക്കുന്നു, രാമനാമം ജപിച്ചാൽ മതി നിന്റെ പാപങ്ങൾ തീരുമെന്ന്. എന്നാൽ രാമനാമം, രാമ എന്നൊരു നാമം ജപിക്കുവാൻ ആ അന്ധനായ കാട്ടാളന്റെ നാവിന് വഴക്കം വരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? രാമ എന്ന് പറയുന്നതിന് പകരം മരാമ രാമ 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 ഇങ്ങനെ ആവർത്തിച്ച് മരാമ രാമ രാ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുവാൻ ആ ദിവ്യ മന്ത്രം ആ രാക്ഷസനായ അല്ല കാട്ടാളനായ രത്നാകരന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുക്കുന്നു. ആ ഉപദേശം നമുക്കൊരു മന്ത്രം ഒരു ഋഷിയിൽ നിന്നോ അല്ല ഒരു ഗുരുവിൽ നിന്നോ നമുക്ക് കിട്ടിയാൽ ആ മന്ത്രത്തിന് എത്ര അനുഗ്രഹം നമ്മളത് ഉച്ചരിക്കുമ്പോൾ കിട്ടുമോ അതിനേക്കാൾ എത്രയോ അനുഗ്രഹമാണ് വേദങ്ങളുടെ ഉപജ്ഞാതാവായ നമ്മുടെ ഭഗവാൻ വേദങ്ങളെ ആരുടെ കയ്യിലാണ് കൊടുത്തത്? ബ്രഹ്മദേവനാണ് കൊടുത്തത്. ബ്രഹ്മദേവൻ എപ്പോഴും വേദവുമായിട്ടിരിക്കുന്ന ആളാണ്, സർവ്വ അറിവിന്റെ ഉറവിടമാണ്. ആ മനുഷ്യരാശിക്ക് പൂർണ്ണ അറിവ് പകർന്നു നൽകുവാൻ ബ്രഹ്മദേവൻ വേദവും ആയിരിക്കുന്ന ആ ബ്രഹ്മദേവനാണ് ഈ രാമമന്ത്രം ഈ രത്നാകരന് ഉപദേശിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ മന്ത്രത്തിന്റെ ഫലസിദ്ധി എത്രയോ വലുതാണ്, അതിന്റെ ഗുണം എത്രയോ ശ്രേഷ്ഠമാണ്. അങ്ങനെ ആ രാമ 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 എന്ന ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് അവിടെ ഇരുന്ന ആൾ, അവർ തിരികെ വരുന്ന സമയം ഞങ്ങൾ തിരികെ വരുമ്പോൾ വരാം എന്ന് പറഞ്ഞു പോകുന്ന ആൾ, ആ ബ്രഹ്മദേവന്റെ ഒരു നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ 6000 വർഷങ്ങളാണ്. ബ്രഹ്മദേവന്റെ ഒരു നിമിഷം, ആ ഒരു നിമിഷം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയ ആളാണ് തിരിച്ച് മനുഷ്യലോകത്തെ 6000 വർഷങ്ങൾ കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ ഈ മനുഷ്യൻ, അതായത് രത്നാകരൻ എന്ന ആൾ അവിടെ ഒരു സമാധി അവസ്ഥയിൽ ഒരു ചിതൽപുറ്റ് അദ്ദേഹത്തിന് ചുറ്റിനും കൂടിയിട്ടും അതിൽ ചിതലുകളും മറ്റു പ്രാണികളും അദ്ദേഹത്തിന്റെ മാംസ ശരീരം ഭക്ഷിച്ചിട്ടും അതൊന്നും അറിയാതെ അദ്ദേഹം ഒരു കോടി രാമനാമം ജപിക്കുമ്പോൾ തന്നെ നമ്മളൊരു അതീന്ദ്രിയമായ ഒരു അവസ്ഥയിലേക്ക് ഉയരും. അപ്പോൾ ഒരു അന്ധകാരം കാട് പിടിച്ച ഒരു ഇരുട്ടിനുള്ളിലേക്ക് ഒരു ദീപം തെളിയാൻ തുടങ്ങിയാൽ അവിടെ ആകെ പ്രകാശമാനമാവുകയല്ലേ? അതുപോലെ കാട് പിടിച്ച് കിടന്ന ഒരു മനസ്സിലേക്ക് ആ രാമനാമം ഒന്ന് കൊളുത്തി വെച്ചപ്പോഴത്തേക്ക് ആ തെളിച്ചം അത്യുജ്വലമായി അദ്ദേഹം അതീന്ദ്രിയ ലോകത്തേക്ക് പോയി. ഇപ്പൊ വെളിച്ചത്തിൽ ഒരു ദീപം കൊളുത്തി വെച്ചാൽ കിട്ടുന്ന പ്രഭയാണോ ഇരുട്ടിൽ ഒരു ദീപം കൊളുത്തി വെച്ചാൽ കിട്ടുന്നത്? അല്ല.
അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഉള്ളിലേക്ക് ദീപനാളമായ ഭഗവാന്റെ നാമങ്ങൾ തുടർച്ചയായി ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരിലുള്ള അന്ധത മാറുന്നത് വളരെ വേഗമാണ്. എന്നാൽ സത്തുക്കളായിട്ടുള്ളവർ ചെറിയ ചെറിയ തെറ്റുകളിലൂടെ പോകുമ്പോഴും അവരിൽ ആ ദീപനാളം തെളിയുന്നത് പതുക്കെ വരികയുള്ളൂ. ഈ കാട്ടാളന്റെ ഉള്ളിലുള്ള ആ ഇരുട്ടിലേക്കാണ് രാമനാമമാകുന്ന ആ പ്രഭ ചൊരിയാൻ തുടങ്ങിയത്. അയാൾ അപ്പോൾ തന്നെ ആ ഒരു കോടി നാമം ജപിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം അതീന്ദ്രിയ ലോകത്ത് ആ ഭൗതിക ലോകം വിട്ടിട്ട് ആ മഹാശക്തിയുടെ പ്രപഞ്ച സൃഷ്ടാവിന്റെ ആ ബ്രഹ്മത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങി കാണും. അതുകൊണ്ടാണ് തന്റെ ശരീരത്തിന് എന്ത് സംഭവിച്ചു എന്ന് പോലും അദ്ദേഹം അറിയുന്നില്ല. ബ്രഹ്മദേവന്റെ ഒരു നിമിഷം, അതായത് 6000 വർഷങ്ങൾ കഴിഞ്ഞ് ബ്രഹ്മദേവൻ വന്ന് നോക്കുമ്പോൾ ചിതലരിച്ച രൂപത്തിൽ അസ്ഥിയും മാത്രമായി, ശ്വാസഗതികൾ മാത്രമായി ചിതൽപുറ്റിനുള്ളിൽ ഇങ്ങനെ രാമമന്ത്രം അതീന്ദ്രിയ ശക്തിയോടുകൂടി ഇങ്ങനെ ഒരു ആദിമ ചൈതന്യത്തിന്റെ രൂപത്തിൽ രാമനാമം രാമ 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 എന്നുള്ള ഒരു മൂളൽ മാത്രം ഇങ്ങനെ കേൾക്കുന്നു. ബ്രഹ്മദേവന്റെ അനുഗ്രഹത്താൽ ആ ചിതൽപുറ്റിൽ നിന്ന് വീണ്ടും ജീവൻ വീണ്ടെടുത്തു വന്ന് മനുഷ്യ ശരീരം പ്രാപിച്ചു വന്ന ആ മഹർഷീശ്വരന് വാത്മീകത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് ഇനിയും നിന്റെ നാമം വാത്മീകി എന്നറിയപ്പെടും എന്ന് അനുഗ്രഹം കൊടുത്തിട്ട് രാമകഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭുവായി ഭൂമിയിൽ അവതരിക്കുമെന്നും ഉടൻ തന്നെ അത് സംഭവിക്കുമെന്നും ലക്ഷ്മണകുമാരനും സാക്ഷാൽ യോഗമായാദേവിയായ ലക്ഷ്മി ഭഗവതി സീതാദേവിയായി അവതാരം ചെയ്യുന്നു എന്നും അതുപോലെ തന്നെ ആ ശത്രുഘ്നനും ഭരതനും ഒക്കെ ഭഗവാന്റെ അംശങ്ങളായി തന്നെ അവതാരം ചെയ്യുന്നു. ആ ബ്രഹ്മചൈതന്യം 4 പിരിഞ്ഞ് അയോധ്യാധിപനായ ദശരഥ മഹാരാജാവിൻ്റെ സത്പുത്രന്മാരായ വരുമെന്നും അതിനുശേഷം സീതാപരിണയവും രാക്ഷസ വംശങ്ങളെ നിഗ്രഹിക്കുകയും രാവണനെ വധിക്കുകയും അങ്ങനെ ലങ്ക വിഭീഷണന് കൈമാറുകയും അതിനു മുമ്പ് തന്നെ ബാലി സുഗ്രീവ ബന്ധങ്ങളും എല്ലാം കഥ അവസാനം അയോധ്യയിലേക്ക് തിരിച്ചു വരുന്ന ശ്രീരാമചന്ദ്രപ്രഭുവും സീതാദേവിയും അയോധ്യാധിപതികളായി പട്ടാഭിഷേകം ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം ഈ രത്നാകരൻ എന്ന് ആ പൂർവ്വനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വാത്മീകി മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് ബ്രഹ്മദേവൻ. അങ്ങനെ ആ രാമചന്ദ്രപ്രഭുവിനെ കുറിച്ചുള്ള കഥ ശ്ലോകം ആ ജീവിതത്തെക്കുറിച്ച് എഴുതൂ എന്ന് അനുഗ്രഹവും കൊടുത്തു പോകുന്നു. ആ യുഗത്തിൽ, അതായത് ദ്വാപര യുഗത്തിൽ സത്യധർമാദികൾ 4 കാലുകളിൽ സത്യം, ധർമ്മ, ദയ, തപസ് ഇവയിൽ 2 കാൽ മാത്രം, 3 കാൽ മാത്രം, 1 കാൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ആ യുഗത്തിൽ, ത്രേതായുഗത്തിൽ 3 കാലിൽ മാത്രം ധർമ്മം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ആ യുഗം നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ അതിൻ്റെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ശ്രീരാമചന്ദ്രൻ ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി ഇറങ്ങി പുതിയൊരു അവതാരം ചെയ്യുന്നു. ദുഷ്ടന്മാരായ ആ മഹർഷീശ്വരന്മാർക്ക് എവിടെയും ഇരുന്ന് നാമം ജപിക്കുവാനോ അവരുടെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ തപശ്ചര്യകളിലോ ഏർപ്പെടുവാൻ അവർക്ക് വനാന്തരങ്ങളിൽ ഇരിക്കാൻ കഴിയാതെ അവരെ കൊന്നൊടുക്കി അവരുടെ അസ്ഥികൂടങ്ങൾ മലകളോളം കൂട്ടിയിട്ടിരിക്കുന്ന നിശാചരന്മാരെ കൊണ്ട് ലോകം നിറയുന്നു. ആ നിശാചര വർഗങ്ങളുടെ ഏറ്റവും തലവനായ രാവണാധിപനായ ആ ലങ്കാധിപനായ രാവണനെ നിഗ്രഹം ചെയ്യണം. അതിനു മുൻപായി ദുഷ്ടന്മാരായ അനേകം പേരെയും നിഗ്രഹം ചെയ്യുവാൻ വില്ലും അമ്പുമായി വനാന്തരങ്ങളിലേക്ക് പുറപ്പെട്ട ആ ശത്രു സംഹാരകനായ ശിഷ്ടജന പാലകനായ ആ രാമചന്ദ്രപ്രഭുവിനെ കുറിച്ച് വർണ്ണിക്കൂ എന്ന അനുഗ്രഹം കൊടുക്കുന്നു. ആ അവസരത്തിലാണ് ഇദ്ദേഹം നിത്യേന സ്നാനം കഴിഞ്ഞ് തപസ്സനുഷ്ഠിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അതിൻ്റെ മുകളിൽ സല്ലാപലീലകളിൽ, പ്രണയലീലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ക്രൗഞ്ച മിഥുനങ്ങളെ, ക്രൗഞ്ച പക്ഷികൾ, ഇണപക്ഷികൾ കൊക്കോട് കൊക്കുരുമെ അവരുടെ സ്നേഹ സംവാദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവയിൽ ഒന്നിനെ, ആ പെൺപക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുന്ന ആ മറ്റൊരു കാട്ടാളൻ അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ പെടുന്നു.
ആ കാട്ടാളൻ അമ്പെയ്ത് വീഴ്ത്തിയ ആ പക്ഷി തൻ്റെ മുന്നിലേക്ക് പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ അതിനെ ദയാപൂർവം മടിയിലെടുത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം വളരെ ശോകത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന ശ്ലോകമാണ് ആദിമ കാവ്യമായ രാമായണത്തിൻ്റെ ശീലുകളായി മാറിയത്, രാമായണത്തിലെ ശ്ലോകങ്ങളായി മാറിയത്. അപ്പോൾ ആ ശ്ലോകത്തിൽ നിന്ന് ശ്ലോകമുണ്ടായി. ആ ശ്ലോകം ലോകം മുഴുവൻ പ്രപഞ്ചമുള്ള കാലത്തോളവും ശ്രേഷ്ഠമായി തീർന്നു. ഒരു മഹർഷീശ്വരനാൽ രചിക്കപ്പെട്ട, അതിനു മുൻപ് ഒരു കവിയോ കാവ്യമോ ഈ ഭാരതഖണ്ഡത്തിൽ, അതായത് ഭൂലോകത്തുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആദി കവി എന്ന് ശ്രീ വാൽമീകി മഹർഷിയെ അറിയപ്പെടുന്നത്, ആദി കാവ്യമെന്ന് രാമചരിതത്തെ അറിയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം ഉച്ചരിച്ച ആ ശ്ലോകമാണ് മാനിഷാദ പ്രതിഷ്ഠാം ത്വം ആഗമഃ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുന ദേഹമവധീഹി കാമമോഹിതം. ഈ ആദി ശ്ലോകത്തിൽ നിന്നാണ് രാമായണം ഉത്ഭവിച്ചത്. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം, പ്രത്യക്ഷ അനുഗ്രഹമാണ് ഈ രാമായണം നമ്മൾ ഭക്തിപൂർവം ആചരിക്കുമ്പോൾ, അനുഷ്ഠാനത്തിലൂടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ശ്രദ്ധാപൂർവം രാമായണം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. രാമായണം വെറുതെ ഒരു പുരാണ ഗ്രന്ഥമല്ല. ശ്രീ രാമചന്ദ്രപ്രഭുവിൻ്റെയും സീതാദേവിയുടെയും ലക്ഷ്മണകുമാരൻ്റെയും അയോധ്യാധിപനായ ദശരഥ മഹാരാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെയും മറ്റ് സന്താനങ്ങളുടെയും എല്ലാറ്റിനുമുപരി ഭക്തോത്തമനായ ശ്രീ സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെയും ചരിതം വർണ്ണിക്കുന്ന ആ മഹത്തരമായ ഗ്രന്ഥം ഇവിടെ നടന്ന ചരിത്രമാണ്. രാമസേതു ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണല്ലോ. അപ്പോൾ ശ്രീ രാമചന്ദ്ര പ്രഭുവും ആ ത്രേതായുഗവും എല്ലാം ഇവിടെ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഭഗവാൻ രാമചന്ദ്ര പ്രഭുവായി അവതരിച്ച ആ മഹച്ചരിതം സാക്ഷാൽ ബ്രഹ്മചൈതന്യം ഒരു മനുഷ്യരൂപത്തിൽ, ഒരു സാധാരണ മനുഷ്യനായും ഒരു ഭരണാധിപനായും ഒരു ഉത്തമനായ മകനായും സഹോദരനായും ഭർത്താവായും ഒക്കെ ഈ ഭൂമിയിൽ എങ്ങനെ അവതരിച്ചു, എങ്ങനെ അതിനെയൊക്കെ ഭഗവാൻ കൈകാര്യം ചെയ്തു, ഇതൊക്കെ അറിയാനുള്ള ഒരു ഉത്തമ ഗ്രന്ഥമായി രാമായണത്തെ നമുക്ക് കാണുകയും അത് മനസ്സിലേറ്റുകയും ശ്രീരാമചന്ദ്രന്റെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തി ആത്മചൈതന്യം നമ്മിലിരിക്കുന്നതിനെ വർദ്ധിപ്പിക്കുവാനും ഈ രാമായണ മാസ കാലഘട്ടവും തുടർന്നു വരുന്ന ചാതുർമാസ്യങ്ങളും എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും ശ്രീരാമസ്വാമിയാകുന്ന ആ ബ്രഹ്മചൈതന്യത്തിന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.